നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 ദിവസമായി തുടരുന്ന അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ മൗനത്തിന് മറുപടിയുമായി ജയൻ ചേർത്തല രംഗത്ത്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് മാധ്യമങ്ങളെ മോഹൻലാൽ കാണാത്തതിന് മറുപടി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 18-നും 19-നും പരിപാടിയുടെ റിഹേഴ്സൽ ആയിരുന്നു. 20-നും ഷൂട്ട് ഉണ്ടായിരുന്നു. തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെയാണ് തന്നെ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ജയ, എനിക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല. എന്റെ വൈഫിന്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ്. ചിലപ്പോൾ ചെന്നൈയിലാകാം, എവിടെയാണെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല. തിരികെ എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതികരിച്ചത്. ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് ജയൻ ചേർത്തല പറഞ്ഞത്. അതിനിടെ താരസംഘടനയായ അമ്മയ്ക്ക് പോരായ്മയുണ്ടെങ്കിൽ കണ്ടെത്തി തിരുത്തുമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് കൂടിയായ ജയൻ ചേർത്തല പ്രതികരിച്ചു. സംഭവത്തിൽ വിശദീകരണം നൽകുമെന്നും അമ്മ ഇരയ്ക്കൊപ്പമാണെന്നും ജയൻ ചേർത്തല പറഞ്ഞു. 2019 നടി രേവതി സമ്പത്ത് പരാതി നൽകിയിട്ടും അമ്മ നടപടി സ്വീകരിക്കാത്തത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പവർ ഗ്രൂപ്പിനെയും എനിക്ക് ഭയമില്ല. പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കതിന് ഭയമില്ല. കൃത്യമായിട്ട് അമ്മയ്ക്ക് പ്രതികരിക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സിദ്ദിഖിന് എതിരെ ആരോപണം ഉന്നയിച്ച കുട്ടി നേരത്തെയും രംഗത്തെത്തിയിരുന്നു. അന്ന് പക്ഷെ കൃത്യമായിട്ടൊരു അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയാതെന്നത് വീഴ്ചയാണ്. അമ്മയിൽ മാറ്റങ്ങൾ വരണമെന്നാഗ്രഹിച്ച് മത്സര രംഗത്തേക്ക് ആദ്യമായിട്ട് വന്നയാൾ കൂടിയാണ് ഞാൻ. നമ്മൾ സമൂഹത്തിനെ മുൻനിർത്തിയാണ് ജീവിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും സമൂഹമാണ് ജീവിക്കാനുള്ള പണം നൽകുന്നത്. അതുകൊണ്ട് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്, ജയൻ ചേർത്തല പറഞ്ഞു. ആരോപണം വന്നാൽ നേതൃസ്ഥാനത്ത് തുടരുന്നത് ശരിയെന്ന് ജയൻ ചേർത്തല നേരത്തെ പ്രതികരിച്ചിരുന്നു. സിദ്ദിഖിന്റെ ഔചിത്യം വെച്ചാണ് അദ്ദേഹം സ്ഥാനം രാജിവെച്ചതെന്നും ജയൻ ചേർത്തല പറഞ്ഞു. ആരോപണം ഉയർന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി അന്വേഷണം നേരിടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം എല്ലാ മേഖലയിലും സമാനമായ പ്രശ്നങ്ങളുണ്ടെന്നും റിപ്പോർട്ട് വന്ന ശേഷം സിനിമാ മേഖലയിൽ ഇത് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചുവെന്നും നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ പ്രതികരിച്ചു. നിയമസാധ്യത പരിശോധിക്കേണ്ടത് സർക്കാരാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാമെന്നും രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രഞ്ജിത്തിന്റെ രാജി സമ്മർദ്ദത്തിന്റെ പുറത്താണെന്ന് കരുതുന്നില്ല. ആരെയും മാറ്റി നിർത്താനോ വിലക്കാനോ കഴിയില്ല. നിങ്ങൾക്ക് അവരെ ബഹിഷ്കരിക്കാം. ഹേമ റിപ്പോർട്ടിൽ എടുത്തുചാടിയുള്ള നടപടിയല്ല വേണ്ടത്. നീതി ഉറപ്പാക്കേണ്ട എന്ന നിലപാട് ആർക്കുമില്ല. ഇപ്പോൾ അവർ ആരോപണ വിധേയർ മാത്രമാണ്. സത്യമെന്തെന്ന് കാലം തെളിയിക്കട്ടെ എന്നും രഞ്ജി പണിക്കർ പറഞ്ഞു. അതിനിടെ ലൈംഗികാതിക്രമണം നടത്തിയെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചു. സിദ്ദിഖിനെതിരെ കേസെടുക്കാൻ സർക്കാർ ആലോചിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.